സി എ ജേണി എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് CA ജേണി ചെയ്യാൻ പറ്റുമോ സാർ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് ഇത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ അനുഭവിച്ച സ്ട്രഗിൾസ് അല്ലെങ്കിൽ ലൈക്ക് അതൊക്കെ അവർക്കും ഉണ്ടാവുമല്ലോ. കോമൺലി ഒരാൾക്ക് ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടാവും ഒരു ജേണിയിലൂടെ പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കണം ലൈക്ക് എല്ലാവരും അതറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹപ്പെടുന്നതും ചോദിക്കുന്നതും. അപ്പോൾ എനിക്ക് ലൈക്ക് ഞാൻ കുറേ കാലം ലൈക്ക് എനിക്ക് ഇത് ഇടണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇടാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ലൈക്ക് സത്യം പറഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പേടിയുണ്ട്. ഇപ്പം ഒരു മനുഷ്യനല്ല, നമ്മളെ വന്ന് തല്ലില്ല കൊല്ലില്ല ഒന്നുമില്ല. ബട്ട് എന്നാലും ആ ഒരു പീരീഡ് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ നടക്കരുത് രണ്ടാമത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈക്ക് ടൈം പോലെയാണ്. നമുക്ക് ലൈക്ക് ഒരു മനുഷ്യന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. കാരണം നമ്മളാരും കഴിവുകളായിട്ടല്ല ജനിക്കുന്നത്, ഒരു ടാലൻറ്റുമായിട്ടല്ല ജനിക്കുക, ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ എഫേർട്ടിലൂടെ. നമുക്ക് ആഗ്രഹങ്ങൾ ഒബ്വിയസ്ലി ആഗ്രഹങ്ങളാവുന്നത് തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ആഗ്രഹങ്ങളാവുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടും, ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡിയാവില്ല. അപ്പോൾ ഈ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ബട്ട് എനിക്കതൊരു ആഗ്രഹത്തിന് പുറമെ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് മണി ഉണ്ടാക്കാനുള്ള ഒരു ടൂള് ലൈക്ക് അത്രമാത്രം ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറേ പേര് ലൈക്ക് ഒരു ലൈക്ക് കൈൻഡ് ഓഫ് എന്തോ ഒരു വികാരം പോലെ വിചാരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ അതിലോട്ട് അങ്ങനെ പോണില്ല. അപ്പോൾ എൻ്റെ CA ജേണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. എങ്ങനെ പറയണം, എവിടുന്ന് തുടങ്ങണം, ലൈക്ക് ആർക്കൊക്കെ എന്തൊക്കെ എത്തിക്കണം, ലൈക്ക് പല ഇത് കാണുന്ന പല ആൾക്കാരുണ്ടാവും, പല ടൈപ്പ് ആൾക്കാരുണ്ടാവും, പലർക്കും പല രീതിയിലായിരിക്കും വേണ്ടി വരുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ലൈക്ക് എങ്ങനെ എത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ പോലെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ +2 തൊട്ട് ശേഷമുള്ളത് ഞാൻ ഇങ്ങനെ അടുത്ത വീഡിയോസിൽ ലൈക്ക് ഇങ്ങനെ ഒരു ജേണി സീരീസ് നമ്പർ പോലെ ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതായാലും നിങ്ങൾക്ക് പഠിക്കണ പിള്ളേർക്കായാലും കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് മോട്ടിവേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. ലൈക്ക് അങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഇടാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊരു ഇൻട്രോ പോലെയാണ് CA ജേണിയുടെ. ഇതിന് ശേഷമുള്ള വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ +2 തൊട്ടിട്ട് CPT എങ്ങനെ, CPT തൊട്ടിട്ട് ഇൻട്രോ എങ്ങനെ, ഇൻട്രോ ശേഷം ആർട്ടിക്കൽഷിപ്പ് എങ്ങനെ, അതിനുശേഷം ഫൈനൽ എങ്ങനെ. പിന്നെ എൻ്റെ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പ്രൊഫഷണൽ ഒരു രീതിയിൽ വിചാരിക്കരുത്. കാരണം ലൈക്ക് എൻ്റെ സംതിങ് ഡിഫറെൻ്റ് ആണ്. കാരണം ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ CA റിലേറ്റഡ് അല്ല. ബട്ട് എന്നാൽ ജസ്റ്റ് ഒരു മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ CA ചൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രൊഫഷണലിസം എന്നുള്ളതിൽ കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അത് ഫുള്ള് കണ്ടാൽ മതി. ലൈക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് റിലേറ്റഡ് ആനത്താൽ അങ്ങനെയൊന്നും ലൈക്ക് എൻ്റെ അധികം കാണത്തില്ല. ഞാൻ ലൈക്ക് എൻ്റെ ലൈക്ക് പർപ്പസ് എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഞാൻ അച്ചീവ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. കൂടുതൽ ഫ്രീ ആയി കിട്ടുന്ന അറിവുകളൊന്നും എനിക്ക് വേണമെന്നില്ല. അത് എൻ്റെ പർപ്പസിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ അപ്പോൾ ഞാൻ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് മീ മൈസെൽഫ് CA അസ്ലം പി ലത്തീഫ്, ക്വാളിഫൈഡ് ഇൻ May 2022. അത്ര തന്നെ. അപ്പോൾ നമുക്ക് ലൈക്ക് തുടങ്ങാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു മൈ CA ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വെറുത്തിട്ടുള്ള ലൈക്ക് എന്നെ മെൻ്റലി എന്താ പറയുക, നമ്മൾ ഈ വാൾനട്ട് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ബദാം പോലത്തെ സംഭവമല്ലേ. അതിൻ്റെ തൊണ്ട് ഭയങ്കര ഹാർഡാണ്. അത് നമ്മൾ ലൈക്ക് സാധാരണ ലൈക്ക് കരിങ്കല്ല് വെച്ചിട്ട് അടിച്ചടിച്ചടിച്ച് പൊട്ടിക്കണം. അടിച്ചടിയിൽ ചിലപ്പോൾ ഫോഴ്സ് കൂടുമ്പോൾ നമ്മൾ ചതറി പോവില്ലേ, അതുപോലെ ചതറി കിടന്ന് അല്ലെങ്കിൽ അങ്ങനെ ചതറിപ്പിച്ച ഒരു ജേണിയാണ് എൻ്റെ CA ജേണി പറഞ്ഞു കഴിഞ്ഞാൽ. ഫിസിക്കലി അല്ല, ലൈക്ക് മെൻ്റലി തന്നെ ഒബ്വിയസ്ലി അങ്ങനെ ചതറിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മെൻ്റലി ചതറിപ്പിച്ചപ്പോൾ തന്നെ ഒബ്വിയസ്ലി ഫിസിക്കലി ഞാൻ അങ്ങനെ ചതറിപ്പോയി. കാരണം നമ്മുടെ മൈൻഡാണ് നമ്മുടെ ബോഡിയെ, അല്ലെങ്കിൽ ബോഡിയാണ് നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് നശിച്ചാൽ ലൈക്ക് ഇൻ്റർ റിലേറ്റഡ് ആണ്. നമ്മൾ ഓഡിറ്റ് പ്ലാൻ ഓഡിറ്റ് സ്ട്രാറ്റജി പറയണ പോലെ ലൈക്ക്. പക്ഷേ ഞാൻ മനസ്സിലാക്കണ്ടല്ലോ, ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ക്വാളിറ്റി വല്ലതും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഫെയിലിയർ എന്നാണ് കൂടുതലും ക്വാളിറ്റീസ് ഉണ്ടാക്കുള്ളൂ. സക്സസ് ആയി പോകണവൻ ഒബ്വിയസ്ലി ലൈക്ക് അവന് ഫെയിലിയർ വരുമ്പോൾ താങ്ങാനുള്ള ശക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്നെ ഈ CA ജേണി ഹാസ് ലൈക്ക് സ്കാറ്റർഡ് മീ ഇൻ 1000 നമ്പർ ഓഫ് ഷിറ്റ് പീസസ്. അവിടുന്ന് നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സ്വമേധയാൽ ഒറ്റയ്ക്ക് ഇതെല്ലാം ഈ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങൾ ഒരുമിച്ച് ഒട്ടിച്ച് നമ്മൾ റീബിൽഡ് ചെയ്യാം. അങ്ങനെ റീബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ അത് ചെയ്തല്ലോ, ലൈക്ക് നമ്മളെ തന്നെ ഗുഡ് ബോയ് വെൽ ഡൺ എന്ന് പറഞ്ഞ് കൈ കൊട്ടും.
അല്ലെങ്കിൽ അവിടെ രണ്ടാമത്തെ വേറെ ചോയ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ചെതറി കിടക്കുന്ന പീസിൽ തന്നെ വിഷമിച്ചിരുന്നിട്ട് അങ്ങോട്ട് ലൈക്ക് കരയാം. അങ്ങനെ കരയണ ആൾക്കാർക്ക് പറ്റിയതല്ല CA. ലൈക്ക് ജീവിതത്തിൽ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള എന്തൊരു സംഭവമായാലും അങ്ങനെ വിഷമിച്ചിരിക്കണ ലൈക്ക് ആൾക്കാർക്ക് പറ്റിയതല്ല. ലൈക്ക് വിഷമിച്ചിരിക്കാം, ബട്ട് അത് നമ്മളെ ഉയർത്തെഴുന്നേക്കാനുള്ള ഒരു എനർജി ജനറേറ്റ് ചെയ്യണ വിഷമിക്കലായിരിക്കണം. അപ്പോൾ പക്ഷെ ഞാൻ ഒരുപാട് ഞാൻ വളരെ താങ്ക്ഫുൾ ആട്ടോ ഞാൻ CAയിൽ പഠിച്ചത്. കാരണം CA ആണ് എന്നെ മെൻ്റലി സ്ട്രോങ് ആക്കിയിട്ടുള്ളത്. ഒബ്വിയസ്ലി ഞാൻ ജിം അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട്, ബട്ട് എന്നാലും ലൈക്ക് അതും എന്നെ മെൻ്റലി ലൈക്ക് ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ പോലും CA ആണ് എനിക്ക് പല കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് പുതിയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കും CAയിൽ ഇതൊക്കെ പോലെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഇത് ചലഞ്ചിങ് ആണെങ്കിലും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് CA എന്നാണ് കിട്ടിയത്. അവിടെ ആയാലും ഒബ്വിയസ്ലി എൻ്റെ തന്നെയാണ് അപ്രീസിയേഷൻ ഞാൻ കൊടുക്കേണ്ടത്, കാരണം നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മെൻ്റൽ സ്ട്രോങ് അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റെബിലിറ്റി എനിക്ക് കിട്ടിയത് CAയിൽ നിന്നാണ്. അപ്പോൾ ഐ എം വെരി താങ്ക്ഫുൾ ടു CA. ലൈക്ക് ദിസ് CA കോഴ്സ് ലൈക്ക് ഇത് പാസ്സാവണം, അങ്ങനെ വഴി പോകണമെന്ന് പറ്റത്തില്ല. അങ്ങനെ വഴി പോകണം ഒരിക്കലും പാസ്സാവാൻ പറ്റത്തില്ല. അങ്ങനെ പാസ്സാവാൻ പറ്റുമ്പോഴാണെങ്കിൽ അവന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഒരു നോളജും ഇല്ല, ഒരു ലോകവിവരവും ഇല്ല, ഒരു തേങ്ങ അറിയില്ല അവന്, അത്രേ ഉള്ളൂ. ഇപ്പോൾ കൊമേഴ്സിൽ ഇപ്പോൾ CMA USA പഠിക്കുന്ന ആയിക്കോട്ടെ, CMA പഠിക്കുന്ന ആയിക്കോട്ടെ, HCA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ആരായാലും അവരുടെ ഉള്ളിൽ അവർക്ക് അറിയാം കൊമേഴ്സിൽ ഏറ്റവും ടഫ് കോഴ്സ് പ്രീമിയം കോഴ്സ് പറഞ്ഞ CA ആണെന്നല്ല. അവർ പുറത്ത് സമ്മതിച്ചില്ലെങ്കിലും അതിപ്പോൾ CA പഠിക്കുന്ന പിള്ളേർക്ക് അപ്പോൾ ആ ഒരു അഭിമാനം, ആ ഒരു കോൺഫിഡൻസ് ഞാൻ ആരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ല, ബട്ട് എൻ്റെ ഉള്ളിൽ ഞാനത് കൊണ്ട് നടക്കാറുണ്ട്. അത് എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ജേണിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഈ CAക്ക് വരാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ മാമൻ്റെ ഒരു ഫ്രണ്ട് ACCN ശരിക്കും ആൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ആളിത് പഠിച്ചതിന് ശേഷം ഭയങ്കര സെറ്റപ്പായി സ്ഥലം മേടിക്കുന്നതൊക്കെ കേട്ടിട്ട് അന്ന് ഈ CA എന്ന് പറഞ്ഞ ആൾക്കാർ SI എന്നുള്ളൊരു മീനിങ്ങിലാണ് എടുത്തിരുന്നത്. കാരണം ലൈക്ക് പോലീസ് സംതിങ് ട്രെയിനിങ് പോലെ. അപ്പോൾ ആ മാമൻ്റെ ഫ്രണ്ട് ACCA എടുത്തിട്ട് അത് ആൾക്കാരുടെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ACCA എന്നുള്ളത് CA ആയി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ CAയിലോട്ട് ചെന്നത്. ശരിക്കും ഞാനത് ആൾ ACCA എടുത്തത് പറഞ്ഞാൽ ശരിക്കും ACCAയിലോട്ടാണ് ചെല്ലേണ്ടിയിരുന്നത്. പക്ഷേ നമുക്കറിയാലോ, ഒരു കഥ ഒരാളുടെ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത ആളുടെ എത്തുമ്പോഴത്തേനും പകുതി കഥകൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ACCത്തെ AC പോയിട്ട് അവസാനം CA മാത്രമാണ് എൻ്റെ എത്തിയിട്ട് അങ്ങനെയാണ് ഞാൻ CAയിലോട്ട് ചേർന്നത്. ആ സത്യം ഞാൻ അറിഞ്ഞത് CA പാസ്സായതിന് ശേഷം ആളായിട്ട് ഞാൻ നേരിട്ട് മീറ്റിട്ട് നിങ്ങളെ കണ്ടിട്ടാണ് CAക്ക് ചേർന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞത് ആളെ അതിന് ACCA ആണല്ലോ എടുത്തത്. അപ്പോൾ ഞാൻ കിളി പോയി. പക്ഷേ ലൈക്ക് ഐ ആം ലൈക്ക് വെരി ഗ്രേറ്റ്ഫുൾ. ലൈക്ക് അല്ലെങ്കിൽ ഞാൻ വന്ന വഴിയിൽ ഒരു റിഗ്രറ്റും ഇല്ല. ലൈക്ക് CA എടുത്തത് തന്നെ ACCA എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രൗഡ്നെസ് ഒരിക്കലും പറ്റത്തില്ല. CA വെച്ച് നോക്കുമ്പോൾ ലൈക്ക് എല്ലാത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് എനിക്ക് എല്ലാ കാക്കും മുൻകുഞ്ഞ് പറഞ്ഞ പോലെ എനിക്ക് CA തന്നെയാണ്. ലൈക്ക് അത് മെജോറിറ്റി അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് ഞാൻ ACCക്കാർ ഹ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ, അത് എൻ്റെ എക്സാമ്പിൾ അങ്ങനെ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈക്ക് അങ്ങനെയാണ് CAയിലോട്ട് വന്നത്. CPT ലൈക്ക് അത് ഞാൻ അടുത്തത് ലൈക്ക് സീരീസിൽ പറയാനായിട്ട് CPTയുടെ സംഭവങ്ങൾ വെച്ചാൽ ലൈക്ക് കുഴപ്പമില്ലാതെ പാസ്സായി. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഇൻ്റർ ആണെങ്കിലും ലൈക്ക് പാസ്സായി, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ലൈക്ക് പാസ്സായി. ആർട്ടിക്കൽഷിപ്പ് ഒരു ഫ്ലോയിലാണ്ട് കഴിഞ്ഞ് ഫൈനല് മൈ ഗോഡ്. അത് ഞാൻ CAനെ കുറിച്ച് പറയുമ്പോൾ പേടിക്കുന്നത് പറയണമെങ്കിൽ അത് ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ, കാരണം കൊറോണ ആയിരുന്നു, ലൈവ് ക്ലാസ്സസ് ഇല്ല, റെക്കോർഡ് ക്ലാസ്, സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഭയങ്കര ഡൗൺ ആയിരുന്നു എൻ്റെ മൈൻഡ്. നമ്മിങ്ങനെ ആലോചിക്കും ജനിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഡിസപ്പിയർ ആയിട്ട് വേറെ വല്ല യൂണിവേഴ്സിലേക്ക് പോകാൻ പറ്റുമോ, ഇല്ലാത്ത ആൾട്ടർനേറ്റീവ്സ്, നടക്കാൻ സാധ്യത ഇല്ലാത്ത ആൾട്ടർനേറ്റീവ്സ് പലതും ആലോചിക്കും. പക്ഷെ എന്നാലും ഒന്നും ലൈക്ക് നടക്കില്ല. ബട്ട് ഫൈനലി ലൈക്ക് എന്താ പറയുക, എന്നെ മെൻ്റലി ഒരു 10,000 വട്ടം കൊന്നിട്ടുള്ളതുണ്ടെങ്കിൽ അത് CA ഫൈനലിലെ ടൈമാണ്. അത് ആ സിനാരിയോടെയും പ്രത്യേകത ഉണ്ട് കേട്ടോ. കൊറോണ ലൈക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഫൈനലിൻ്റെ സമയത്തുമ്പോൾ പറയാം. ഒരു 1.5 ടൈം തന്നെയായിരുന്നു അത്. പിന്നെ CA പാസ്സായപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ കുറേ വിചാരമുണ്ട് CA പാസ്സായതിന് എന്തോ ഒരു ആനത്താലിയാണ് ലൈക്ക്, അല്ലെങ്കിൽ പിന്നെ അവനെന്താ കോടികൾ അംബാനി നേരിട്ടുകൊണ്ട് കൈ തരുന്ന. CA പാസ്സായാലും പണിയെടുക്കണം, അത് നിങ്ങളുടെ ആഗ്രഹം പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് സെറ്റാണ്, നിങ്ങൾക്ക് അതിൽ കംഫർട്ട്നെസ് കിട്ടുന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. ലൈക്ക് ഞാൻ പല ടൈമിലും ആഗ്രഹിച്ചത് എനിക്ക് ആ ഒരു കംഫർട്ട്നെസ് ആ ഇഷ്ടം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ സുഖമായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി എനിക്കത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത് ജോബിൽ നിന്ന്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അങ്ങനെ ലൈക്ക് പിന്നെ ടീച്ചിങ്ങിലോട്ട് ഇറങ്ങി. അപ്പോൾ അതുവരെയാണ് ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ലൈക്ക് എൻ്റെ പാഷൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുന്നത് തന്നെ, ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് പോലും.
അല്ലെങ്കിൽ ഇന്ന് ലൈക്ക് എനിക്ക് മതിയായിരുന്നു, ഇനി ലൈക്ക് ഞാൻ നിർത്താം എന്നുള്ളൊരു സിനാ ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എന്നെ കാണത്തു പോലും ഇല്ല, എന്നെ അറിയത്തു പോലും ഇല്ല, ഏതാണ് ഇവൻ, റോട്ടിൽ കൂടെ സൈഡ് പോകുമ്പോൾ അറിയത്തു പോലും ഇല്ല. ഇപ്പം എന്നെ ഒരുപാട് പേര് അറിയുന്നതെന്നല്ല കേട്ടോ, ബട്ട് എന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ എനിക്ക് പിള്ളേർ എന്നെ ലൈക്ക് അസ്ലം സാറല്ലേ, വീഡിയോ ഇടുന്ന ആളല്ലേ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു ലൈക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് കാരണം ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്തു മാത്രമല്ല, അതിന് എന്നെ ഒരുപാട് ക്വാളിറ്റീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒന്ന് CA പാസ്സായത്, പിന്നെ CA പാസ്സായതിനു ശേഷം ഞാൻ CA റിലേറ്റഡ് അല്ലാത്ത ലൈക്ക് പാഷൻ ലൈക്ക് ഞാൻ ഫോളോ ചെയ്തത്. അത് യുണീക്കാണ്, കാരണം ലൈക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, ലൈക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ലൈക്ക് ഞാൻ റിസ്ക് എടുത്തു, ഞാൻ നല്ല എഫേർട്ട് ഇട്ടു, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഞാനിപ്പോൾ ഈ ഫ്ലിപ്പ് അല്ലെങ്കിൽ വർക്കൗട്ട് ലൈക്ക് ഞാൻ നോർമൽ ആൾക്കാർ പോകുന്ന വഴി കൂടെ അല്ല പോയിട്ടുള്ളത്. നോർമൽ ആൾക്കാർക്ക് പോവാത്ത വഴി കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പായിട്ടല്ല. ലൈക്ക് നമ്മളവിടെ എഫേർട്ട് ഇടും, മാക്സിമം എഫേർട്ട് ഇടും, കിട്ടിയില്ലെങ്കിൽ ചമ്മി, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പോകുന്നത്. ഇല്ലെങ്കിൽ മൂഞ്ചു, ഞാൻ ഈ എഫേർട്ട് ഇട്ട് ഫുള്ള് വെള്ളത്തിലുള്ള വരച്ച വരവെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ പോണത്. അപ്പോൾ അതൊക്കെ ലൈക്ക് ഞാൻ റിസ്ക് എടുക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് ലൈക്ക് മോട്ടിവേറ്റിംഗ് ആവുന്നുണ്ട്. ലൈക്ക് അവർക്ക് അവരുടെ ആഗ്രഹം, ഇപ്പോൾ നമ്മൾ ഒരാൾ പോയി കണ്ട വഴിയിലൂടെ പിന്നെ നമുക്ക് പോകാൻ ധൈര്യം ഉണ്ടാവും. ആരും പോകാത്ത വഴിയിലൂടെ പോകുമ്പോഴാണ് ധൈര്യം കുറവുണ്ടാവുക. ലൈക്ക് ഞാൻ എന്നെ വിശ്വസിക്കുന്നത്, ഞാൻ ആരും പോകാത്ത വഴികളിലൂടെ പോണത്. ലൈക്ക് ഞാൻ ആരെയും അയ്യോ ഇയാളിങ്ങനെ പോയി സക്സസ് ആയില്ല അപ്പോൾ ഞാൻ അതിനെ പോട്ടെ, ലൈക്ക് അങ്ങനെയല്ല ഞാൻ പോണത്. ലൈക്ക് അതെനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് പറയാൻ പറ്റില്ല എൻ്റെ ഡ്രീമിൻ്റെ സംഭവം, കാരണം എനിക്കറിയില്ല അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ. നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ എന്താ. എൻ്റെ മാക്സിമം എഫേർട്ട് ഇടും, എനിക്ക് ഭാവിയിൽ റിഗ്രറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലൈക്ക് ഒരു ബ്രീഫ് ജേണി. ലൈക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. +2 ശേഷം തൊട്ടുള്ള ഞാൻ അടുത്ത സീരീസ് ആയിട്ട് ഇടും. അപ്പോൾ ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്തെങ്കിലും സാറ് പൊളിയാണ് അല്ലെങ്കിൽ ലൈക്ക് നല്ല സാറാണ് പറയുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്നെ CA പാസ്സാക്കിയത് മാത്രമല്ല, എൻ്റെ പാഷനും ലൈക്ക് പല സാധനങ്ങളും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ലൈക്ക് നിങ്ങൾക്ക് എന്നെ ഒരു ലൈക്ക് ഒരു വാവ് ഫാക്ടറിൽ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ട് ചെയ്ത് CA തന്നെയാണ്. സോ ലൈക്ക് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എത്ര എന്നെ മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ ജേണിനോട് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഒരു സ്ട്രോങ് മാൻ ഉണ്ടാവുന്നത് അവൻ ഫെയിലിയേഴ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ്. ഫെയിലിയറിന് ഗീവ് അപ്പ് ചെയ്ത് പോയാൽ അവന് സ്ട്രോങ് മാൻ ആവത്തില്ല. നമ്മുടെ ജീവിതം ഫെയിലിയറിലൂടെ നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയും, ചെടിച്ചട്ടി നിലത്തെറിഞ്ഞ് പൊട്ടിക്കണ പോലെ. അവിടുന്ന് നമ്മൾ റീബിൽഡ് ചെയ്ത് വരണം. ആരും ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യം രക്ഷപ്പെടേണ്ട ആവശ്യം നമ്മുടെ തന്നെയാണ് എന്ന് നമ്മളെ സ്വയം ബോധിപ്പിച്ച് നമ്മൾ റീബിൽഡ് ചെയ്ത് വരുമ്പോൾ ഒരു കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്, എനിക്ക് ലൈക്ക് അറിയാം ആ ഒരു കോൺഫിഡൻസിൻ്റെ പവർ. എനിക്കിപ്പോൾ ലൈക്ക് ഇപ്പോൾ ഞാൻ ഈ CA പാസ് ചെയ്ത സോഷ്യൽ മീഡിയ കണ്ടന്റ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ല. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ബട്ട് അന്ന് താല്പര്യമില്ലെങ്കിൽ പോലും എനിക്ക് പേടിയാണെങ്കിൽ പോലും ഞാൻ ഇറങ്ങി തിരിച്ചത് അങ്ങനെ റീബിൽഡ് ചെയ്ത് കിട്ടിയ കോൺഫിഡൻസ് എന്നൊക്കെയാണ്. ഇപ്പോൾ ജോബ് നല്ലൊരു ഹൈ പേയിങ് ജോബ് ഉണ്ടായിട്ട് അതിന് ഞാൻ ഇറങ്ങിയിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഇപ്പോഴും ലൈക്ക് എനിക്കിപ്പോൾ കുറച്ച് കാലം ഒരു റവന്യൂ ഞാൻ എഴുതില്ല. ആ ഏൺ ചെയ്യാത്ത സമയത്ത് എൻ്റെ കൊളീഗ്സൊക്കെ ലക്ഷങ്ങൾ മേടിക്കാണ് ലൈക്ക് ആ ജോബിൽ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്, ലൈക്ക് ഞാനിതൊക്കെ ലൈക്ക് ബാക്കിയുള്ളവരുണ്ടാക്കുന്ന ഞാനൊരു തേങ്ങ ഉണ്ടാക്കാതിരിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ബട്ട് എന്നാലും ആ പേടിയിലും ഞാൻ എൻ്റെ പേടീനെ കോൺഫിഡൻസ് കൊണ്ട് ഓവർകം ചെയ്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, കരണ്ടിട്ടൊക്കെ ഉണ്ട്. ലൈക്ക് ഞാനൊരു റോബോട്ടോ വിഷമം വരുമ്പോൾ വിഷമിക്കാതിരിക്കാൻ എനിക്ക് വലിയ സിന്തറ്റിക് മറ്റേ എഞ്ചിൻ ഓയിലൊന്നും ഞാൻ ഉള്ളി കുത്തി കയറ്റിയിട്ടല്ല, കരയും എന്തെല്ലാം ചെയ്തിട്ട് തന്നെയാണ് ലൈക്ക് ഞാൻ ഓവർകം ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ പറഞ്ഞാൽ CA കൊണ്ട് ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ തന്നെയാണ്. അപ്പോൾ ഫെയിലിയേഴ്സ് വരുമ്പോൾ ഫെയിലിയേഴ്സ് വരാൻ വേണ്ടി എപ്പോഴും തോക്കണം എന്നല്ല, ബട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തളരാതിരിക്കുക. കാരണം അതാണ് നമ്മളെ സക്സസ്സിലോട്ട് എത്തിക്കണ വാഹനം, നമ്മളെ സക്സസിൻ്റെ അടുത്ത് എത്തിക്കണ വാഹനം അതാണ്. അപ്പോൾ ഓക്കെ ലൈക്ക് അതിന് പല കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നുണ്ട്, ബട്ട് എല്ലാം കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.